വയ്ക്കുന്നത്. ഇപ്പോൾ കപ്പയാണെങ്കിൽ കപ്പ, മറ്റ് പച്ചക്കറികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് വലിച്ചിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ട് 2 സൈഡിനും മണലിട്ടങ്ങ് മൂടി അത് ഫില്ലാക്കും. ആദ്യം മണ്ണ് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് പൈപ്പ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി സൈഡിന് ഇങ്ങനെ മണലിട്ട് നമ്മളങ്ങ് ഫില്ലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ കപ്പയാണെങ്കിൽ ഇപ്പോൾ 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മളിപ്പോൾ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ 40 സെൻറ്റിമീറ്റർ അകലത്തിൽ ആണെങ്കിലും അതിങ്ങനെ 1.5 വിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഇതിൽ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് കപ്പ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ശരിക്കുള്ള ഹോളിൽ കൊണ്ട് നമ്മൾ കപ്പ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നേരെ മുകളിലിട്ട് പോകും. അപ്പോൾ തടഞ്ഞു നിൽക്കാവുന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ മെയിൻ ഹോള് മാറ്റിയിട്ടുള്ള അങ്ങനെ ചെയ്യും. അപ്പോൾ കപ്പ കമ്പ നടും, അത് നടിയാൻ ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഒരു 12 മുതൽ 15 കിലോ വരെ തൂക്കം കിട്ടിയിട്ടുണ്ട്. കപ്പ ഒറ്റൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ മൾച്ചിങ് ഷീറ്റ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ട്രിപ്പ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് വെഞ്ചുറി വെച്ചിട്ട് അതിന് നമ്മളൊരു വെഞ്ചുറിനെ വെക്കും. ആ വെഞ്ചുറി വഴി നമുക്ക് ആവശ്യമുള്ള പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ അതിനകത്ത് മിക്സ് ചെയ്ത് ആവശ്യമുള്ള എത്ര ക്വാണ്ടിറ്റി ആണ് അതനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പ് വഴി കൊടുക്കാൻ പറ്റും. അത് നന്നായിട്ട് തന്നെ എല്ലാത്തിനും കിട്ടും. അത് വേസ്റ്റ് ആകത്തൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഏത് ഫെർട്ടിലൈസറാണ് താങ്കൾ യൂസ്? ഞങ്ങൾ 19 ഉപയോഗിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പകുതി പ്രായം കഴിയുമ്പോൾ 13,045, അതായത് പൊട്ടാഷ് കൂടിയത്. ആദ്യത്തത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, പിന്നെ പൊട്ടാഷ് കൂടിയതാണ് കൊടുക്കുന്നത്. അതിൻ്റെ വിളവെടുക്കുന്ന ഫോസ്ഫറസ് കൊടുക്കത്തില്ല, ആവശ്യമില്ല. ഇല്ല, പിന്നെ ആവശ്യമില്ല. അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ നൈട്രോജനും പൊട്ടാഷും മാത്രം കൊടുക്കും. അപ്പോൾ അത് നല്ല അധികം കൊടുക്കും. അത് നല്ല വിളവാണ് കിട്ടുന്നത്. 20 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഇത് കൊടുത്താൽ, കാരണം നമ്മൾ വേറെ ഫെർട്ടിലൈസർ ചെയ്യുന്നില്ലല്ലോ. നേരത്തെ കിടക്കുന്ന ഫെർട്ടിലൈസറേ ഉള്ളൂ ഓർഗാനിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് കെമിക്കൽ ഫെർട്ടിലൈസറാണിത്. അത് ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മൾച്ചിങ് ചെയ്ത് ഇങ്ങനെ പ്രിസിഷൻ ഫാമിംഗ് താങ്കൾ പറഞ്ഞ മാതിരി ചെയ്യുമ്പം എന്തൊക്കെ അഡ്വാൻറ്റേജസ് അതിന് കിട്ടുന്നത്? ഒന്ന്, എലിയുടെ ശല്യം ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ കളകളും കാണത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമുള്ള ജലമേ എടുക്കുന്നുള്ളൂ, ഓവറായിട്ട് പോകുന്നില്ല. അതിനകത്ത് തന്നെ കിട്ടും. അത് തന്നെയല്ല, പിന്നെ മുകളിൽ നിന്നുള്ള ചൂട് ചെടികൾക്ക് ഏൽക്കുന്നില്ല ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ കുറേ ഗുണങ്ങളാണ് ഉണ്ട് ഇതിനകത്ത്. എലിശല്യം പൂർണ്ണമായിട്ട് എലിശല്യം മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഏറ്റവും ഇതിന് റിസൾട്ട് കിട്ടുന്ന കപ്പ കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, മറ്റേ കർഷകരും ഇങ്ങനെ ചെയ്യാറുണ്ട്? അവിടെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഞാനിപ്പോൾ കുറഞ്ഞ ഇടകൾ കൊണ്ട് ഇപ്പോൾ ആരുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടു. പക്ഷെ ഞാനിത് ഇപ്പോൾ ചെയ്ത ഒരു 5 കൃഷി ഞാൻ ചെയ്തത് ഇതേമാതിരിയാണ്. ഞാനിത് പലരും വന്ന് കാണുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് നല്ല ഐഡിയയാണ്. അങ്ങനെ വന്ന് അങ്ങനെ കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ